അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് കിച്ചണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അന്ന് രാവിലെ ഉച്ചയ്ക്കൊന്നും കറികളൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നലത്തെ കറികളൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ശ്രീയേട്ടൻ്റെ കുറച്ച് കപ്പ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് എല്ലും മറിച്ചൊക്കെ മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ എല്ലും കപ്പയും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ കപ്പ മുറിച്ചപ്പോഴത്തേക്കും ആദ്യത്തെ വലിയൊരു കപ്പയായിരുന്നു, അത് മൊത്തം ചീത്തയായി പോയിട്ടാ. പിന്നെ അതൊക്കെ മാറ്റി വെച്ച് ബാക്കിയുള്ള കപ്പയൊക്കെ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ എല്ലും മറിച്ച് ഒന്നും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലൊക്കെ നന്നായി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ കപ്പയിട്ട് കൊടുത്ത് ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടേക്ക് അതിലേക്ക് പെരിഞ്ചീരകം പൊട്ടിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ച് ഗരം മസാല ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടു കേട്ടോ. അതും ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രേവിയാക്കി തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഗ്രേവി ഒന്ന് തിളച്ച എണ്ണയൊക്കെ പിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലും കപ്പയൊക്കെ ഇട്ട് കൊടുക്കുക. അതായത് നന്നായി വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി പരിപാടി എന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. ചിലർക്ക് ഇത് അധികം വേവാണ്ട് ഉടയാതിരിക്കുന്നൊക്കെയാണെങ്കിൽ ഇഷ്ടമായിരിക്കും. ചേട്ടന് അങ്ങനെ കഴിക്കാനുണ്ടോ ഇഷ്ടം. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയില്ല. നന്നായിട്ട് വെന്തുടഞ്ഞ് എനിക്കിങ്ങനെ കോരി കഴിക്കില്ലേ, അതുപോലുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു ഗ്രേവി പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ആറി വരുമ്പോഴത്തേക്കും ഒന്നും കൂടെ കട്ടയായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെയാണ് കേട്ടോ, ഈ ഒരു രൂപത്തിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അയ്യോ വെള്ളം കൂടി പോയാലോ, ഇത്രയ്ക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കിത് കണ്ടുവെക്കാൻ പറ്റുന്നതാണ്. ഏകദേശം 10 മണിയൊക്കെ ആയത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ അത് പ്ലേറ്റിലിട്ട് വേഗം കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് മല്ലിയെല്ലാം കുറവുണ്ടായിരുന്നു കേട്ടോ, അത് സാരമില്ല. എന്നിട്ട് അത് കോരി കഴിക്കാൻ പോയപ്പോഴാണ് പിന്നെ ശ്രീയേട്ടൻ എടുത്തില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് വേറൊരു പ്ലേറ്റിൽ ശ്രീയേട്ടനെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ രാത്രി അടിപൊളിയായിരുന്നു എടുത്ത് കഴിച്ചിട്ടാ. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.